രാഷ്ട്രീയത്തിന്റെ വലിയ വേദിയിൽ പലവിധ കൂടിച്ചേരലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കാഞ്ഞിരപ്പള്ളി MLA റോണി കെ ബേബിക്കും അദ്ദേഹത്തിന്റെ പഴയ ശിഷ്യന്മാരായ പാലക്കാട് MLA രമേശ് പിഷാരടിക്കും വൈക്കം MLA കെ ബിനിമോനും ഇത് കേവലം ഒരു രാഷ്ട്രീയ സഖ്യമല്ല, ജീവിതം തുന്നിച്ചേർത്ത അത്യപൂർവമായ ഒരു ഓർമ്മച്ചെപ്പാണ്. പുതിയ MLA-മാർക്കായി നിയമസഭയിൽ ഒരുക്കിയ പരിശീലന ക്ലാസ്സിലായിരുന്നു ഈ ഗുരുവും ശിഷ്യന്മാരും ഒന്നിച്ചിരുന്ന് വീണ്ടും സംശയങ്ങൾ ചോദിച്ചറിഞ്ഞത്. ഇത്തവണ മൂവരും ആദ്യമായാണ് നിയമസഭാംഗങ്ങളാകുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. തലയോലപ്പറമ്പ് DB കോളേജിൽ വെച്ചാണ് രമേശ് പിഷാരടിയെ റോണി സാർ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുന്നത്. പിന്നീട് 2002-04 വർഷത്തിൽ വൈക്കം കൊതവറ സെന്റ് സേവിയേഴ്സ് കോളേജിൽ വെച്ച് ബിനിമോന്റെയും അധ്യാപകനായി അദ്ദേഹം എത്തി. ദീർഘകാലം കാഞ്ഞിരപ്പള്ളി ST കോളേജിലെ അധ്യാപകനായിരുന്നു റോണി സാർ. ആ പദവിയിൽ നിന്നാണ് ഇക്കുറി ജനവിധി തേടാൻ ഇറങ്ങിയതും നിയമസഭയിലെത്തിയതും. അവിചാരിതം എന്ന് പറയട്ടെ, മൂവരും കോൺഗ്രസ് പ്രതിനിധികളായാണ് സഭയിലെത്തിയിട്ടുള്ളത്. പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അധ്യാപകനും ശിഷ്യന്മാർക്കും 100 നാവാണ്. സമരം നയിച്ചു വന്ന ബിനിമോനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിട്ട കർക്കശക്കാരനായ അധ്യാപകനായും ഒരിക്കൽ റോണി സാർ മാറി. അന്ന് ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിട്ടതിന്റെ പരിഭവം ഇന്നും ബിനിമോൻ പറയാറുണ്ടെന്നും റോണി കെ ബേബി പറയുന്നു. രാഷ്ട്രതന്ത്ര ശാസ്ത്ര വിഷയത്തിൽ പുതിയ അറിവുകൾ തേടാൻ മിടുക്കനായിരുന്നു പിഷാരടിയെന്നും, പക്ഷേ കലാകാരനായതുകൊണ്ട് ക്ലാസ് മുറിയിൽ കണ്ടുകിട്ടാൻ പാടായിരുന്നുവെന്നും അധ്യാപകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്കൊപ്പം നിയമസഭയിൽ അംഗമായി എത്തുക എന്നത് അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. അതും ഒരേ പ്രസ്ഥാനത്തിന്റെ കീഴിലാണ് എന്നത് വീണ്ടും ബന്ധങ്ങൾക്ക് ആഴം കൂട്ടുന്നു. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെയോടെയാണ് പരിശീലനത്തിന്റെ ഭാഗമായി അടുത്ത സീറ്റ് കിട്ടിയതെന്നും റോണി കെ ബേബി പറയുന്നുണ്ട്. കാലം മാറിയിട്ടും പദവികൾ മാറിയിട്ടും മായാതെ നിൽക്കുന്ന ഈ കുരുശിഷ്യബന്ധം നിയമസഭയിലെ വേറിട്ടൊരു കാഴ്ചയായിരുന്നു. കാലം ഒരു അധ്യാപകന് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരം തന്റെ വിദ്യാർത്ഥികൾ തന്നേക്കാൾ ഉയരത്തിലെത്തുമ്പോഴായിരിക്കും. ഇവിടെ താൻ അക്ഷരവും രാഷ്ട്രീയവും പകർന്നു നൽകിയ കുട്ടികൾ നാടിന്റെ ജനപ്രതിനിധികളായി തനിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ റോണി സാർ എന്ന അധ്യാപകന്റെ രാഷ്ട്രീയ വിജയം പൂർണ്ണമാവുകയാണ്. ബെഞ്ചിൽ നിന്ന് നിയമസഭയിലെത്തിയ സീറ്റുകളിലേക്ക് ദൂരമുണ്ടെങ്കിലും ഇന്നും ആ ഗുരുവിനോടുള്ള ബഹുമാനവും സ്നേഹവും അതേപടി നിലനിർത്താൻ രമേശ് പിഷാരടിയും ബിനുമോനും കാണിക്കുന്ന മനസ്സ് മാതൃകാപരമാണ്. രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങൾക്കും മത്സരങ്ങൾക്കും അപ്പുറം ഹൃദയബന്ധങ്ങൾക്കും ഗുരുത്വത്തിനും വലിയ സ്ഥാനമുണ്ടെന്ന് ഈ അപൂർവ ഒത്തുചേരൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്.